ഹലോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്ക് ഫസ്റ്റ് നമ്മൾ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല നൈസായിട്ട് മുറിച്ച് വെച്ച ഉള്ളി, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും. ഇത് അടിപൊളി ഫ്ലേവറാണ് കേട്ടോ നൽകുന്നത്. ഇങ്ങനെ ബ്രൗൺ കളറായി വന്ന ഉള്ളി നമുക്ക് ചായക്കൊക്കെ എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉപ്പൊക്കെ ഉള്ള നല്ല ഉള്ളി. അതങ്ങ് മാറ്റി വയ്ക്കുക. അടുത്തത് നമ്മുടെ ചെമ്മീൻ മസാലയ്ക്കായിട്ട് ഒരു ജാറിൽ ഒരു കഷ്ണം ഉള്ളി, ഒരു കഷ്ണം തക്കാളി, അതുപോലെ 2 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കാം. മീനും ഈ അരച്ച് വെച്ച പേസ്റ്റും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി അത് വറ്റിച്ചെടുക്കുക കേട്ടോ. നന്നായി ചെമ്മീൻ നല്ലോണം വേവണം. എന്നിട്ട് ആ വെള്ളം മുഴുവൻ വറ്റിച്ച് ഇതേപോലെ എടുക്കണം. ഈ മസാല തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും കറക്റ്റ് ഉപ്പൊക്കെ. അടുത്ത് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി എണ്ണയാണ് ഞാൻ എടുത്ത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ നൈസായി വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ ഉപ്പ്, കുറച്ച് നന്നായി പെട്ടെന്ന് വഴറ്റി കിട്ടാനാണ് ഉപ്പിട്ടത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതെല്ലാം ഇട്ട് നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ഇടുക, അതും നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മൾ മസാലയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. വേറെ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം അതിൽ തന്നെ ഉണ്ടായിരുന്നു എരിവുമൊക്കെ. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കും, ഒന്ന് വഴറ്റിയെടുക്കും. അത് പുതിനയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയാണെന്ന് നാട്ടുകാർ മൊത്തം അറിയുമല്ലോ. അത്രയും നല്ല മണമായിരുന്നു കേട്ടോ. ഈ സമയം കൂടി ചോറാക്കുവാണ്. നമുക്ക് വേണ്ടുന്ന അരി അത് ബോയിൽ ചെയ്ത വെള്ളത്തിൽ ഞാൻ കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ആ അരിയും കൂടി ഇട്ട് നന്നായി വേവിച്ചെടുത്തു ചോറ്. അതുകൊണ്ട് ഞാൻ ദമ്മിടാനുള്ള പരിപാടി ഉരുളിയിലാണ് ചെയ്തത്. ഉരുളി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സൈസിന്. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ബാക്കി വന്ന കുറച്ച് ചെമ്മീനായിരുന്നു അത്. അപ്പോൾ ഞാൻ നെയ്യ് നല്ലോണം പുരട്ടി അത് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് ചോറ് വെന്ത് കിട്ടി. നല്ല ചോറിങ്ങനെ അരി വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു അര കഷ്ണം നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചു. ദമ്മിടുന്നതിൻ്റെ അടിയിൽ ഞാൻ ഇല വെച്ചു കേട്ടോ, ഒരു മണത്തിന് വേണ്ടി. പിന്നെ നെയ്യ് അതിൽ പുരട്ടി കൊടുത്തു. പിന്നെ നമ്മളാക്കിയ ചെമ്മീൻ മസാല ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ മല്ലിയില ആണ് ഇട്ട് കൊടുത്ത് വെതർ ചെയ്ത്. പിന്നെ അതിൻ്റെ പുറത്ത് ഒരു 1 ലെയർ ചോറും കൂടിയാണ് ഇട്ട് കൊടുത്തുള്ളൂ. അത്ര കുറച്ച് ബിരിയാണി നമ്മളാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഉരുളി ആയതുകൊണ്ട് ഇങ്ങനെ പരന്ന പാത്രമല്ലേ, സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചോറൊക്കെ ഇട്ട് നന്നായി പുരട്ടി. അതേപോലെ അതിൻ്റെ മുകളിൽ പിന്നെയും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ മല്ലിയില. എന്നിട്ട് അടുപ്പിലാണ് ദം ചെയ്യുക. അടുപ്പിൽ ചൂടുവെള്ളം വെച്ചായിരുന്നു, അപ്പോൾ നല്ല കനലുണ്ടായിരുന്നു. സോ ഞാൻ അടുപ്പിൽ വെച്ചു. അടുപ്പിൽ വെച്ചാൽ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അങ്ങനെ എല്ലാം സെറ്റായി. പറഞ്ഞ പോലെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ദം ചെയ്തത് അടുപ്പിലാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. നല്ലൊരു ആ ദമ്മിൻ്റെ എഫക്റ്റ് കറക്റ്റ് അതിന് കിട്ടും. നന്നായി വിട്ട് വന്നിട്ടുണ്ട് ചോറൊക്കെ, കാരണം ഇങ്ങനെ നമ്മൾ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ നല്ല ഒരു സെറ്റായി വന്നിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കഴിക്കാൻ സാലഡ്, പിന്നെ അതേപോലെ അച്ചാർ, പപ്പടം ഇതൊക്കെ വെച്ച് സെറ്റായി. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി. എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ബാക്കിയുള്ള വെജ് ഐറ്റംസൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല ഉണ്ടാക്കാൻ. ഭയങ്കര പണിയല്ലേ. നോണൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കാൻ. സോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെറൈറ്റിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്ത് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.